ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുന്ന ഖത്തർ അമീർ രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഡൽഹിയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി. വയനാട് പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്ത് താപനില ഉയർന്നതോടെ മുണ്ടിനീര് ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം ഉയർന്നതായി ആരോഗ്യവകുപ്പ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. രാഷ്ട്രപതി ഭവനിൽ നാളെ അദ്ദേഹത്തിന് ആചാരപരമായ സ്വീകരണം നൽകും. സന്ദർശനത്തിൽ രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി തുടങ്ങിയവർ പങ്കെടുക്കും. നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് യോഗം. ഡൽഹിയിൽ ഇന്ന് പുലർച്ചെ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. അടിയന്തര സഹായത്തിന് 112 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡൽഹി നിവാസികളോട് ശാന്തരായിരിക്കാനും സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ടില്ല. വയനാട് പുനരധിവാസം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം ഇന്ന് വൈകിട്ട് 5-ന് തിരുവനന്തപുരത്താണ് യോഗം. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന മുണ്ടക്കൈ, ചൂരൽമല മേഖലകളുടെ പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. അരുവിപ്പുറം ക്ഷേത്രത്തിലെ 137ാമത് പ്രതിഷ്ഠാ വാർഷികവും മഹാശിവരാത്രി ആഘോഷവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 6:15-ന് കൊടിയേറ്റിന് ശേഷം നടക്കുന്ന സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. മന്ത്രി VN വാസവൻ, ശശി തരൂർ MP തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 26 ശിവരാത്രി ദിനം വരെയാണ് ആഘോഷം നടക്കുക. സംസ്ഥാനത്ത് താപനില ഉയർന്നതോടെ ആശുപത്രികളിൽ മുണ്ടിനീര് ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം ഉയരുന്നതായി ആരോഗ്യവകുപ്പ്. ചൂടേറിയ കാലാവസ്ഥയിലാണ് രോഗബാധ കൂടുതലായി കണ്ടുവരുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്ത് 1.5 മാസത്തിനിടെ 9,000-ഓളം പേർക്കാണ് മുണ്ടുനീര് സ്ഥിരീകരിച്ചത്. ഈ മാസം മാത്രം 2,000-ഓളം പേർക്ക് മുണ്ടുനീര് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്താകെ 74,000-ഓളം പേരാണ് മുണ്ടുനീര് ബാധിച്ച് ചികിത്സ തേടിയത്. പകരുന്നതിനുള്ള സാധ്യത കൂടുതലായതിനാൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികളെയാണ് രോഗം കൂടുതൽ ബാധിക്കുന്നതെങ്കിലും മുതിർന്നവരിലും കാണപ്പെടാറുണ്ട്. MMR പ്രതിരോധ വാക്സിൻ എടുക്കുന്നതിലൂടെ മുണ്ടുനീര് പ്രതിരോധിക്കാൻ സാധിക്കും. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ MMR വാക്സിൻ ഇപ്പോൾ വിതരണമില്ലാത്തതാണ് രോഗം വർദ്ധിക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ദുരന്ത സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി റെയിൽവേ പ്രയാഗ്രാജിലേക്ക് പോകുന്ന എല്ലാ പ്രത്യേക ട്രെയിനുകളും പ്ലാറ്റ്ഫോം നമ്പർ 16-ൽ നിന്ന് സർവീസ് നടത്തുമെന്നും അജ്മേരി ഗേറ്റ് ഭാഗത്തു നിന്നായിരിക്കും പ്രവേശനവും എക്സിറ്റും എന്നും റെയിൽവേ പ്രസ്താവനയിൽ പറഞ്ഞു. ഭക്തരെ സഹായിക്കുന്നതിനായി ഇന്ന് 5 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തും. സഹായത്തിനായി ആളുകൾക്ക് റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ 139-ൽ വിളിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 പേർക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു. അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് അതിർത്തി രക്ഷാസേനയും തമ്മിലുള്ള 55ാമത് ഡയറക്ടർ ജനറൽ തല ബോർഡർ കോർഡിനേഷൻ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. BSFന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിർത്തി രക്ഷാസേനകൾ തമ്മിലുള്ള മികച്ച ഏകോപനത്തിനുള്ള മാർഗങ്ങളും ചർച്ചയാകും. ഡൽഹിക്ക് പിന്നാലെ ബീഹാറിലും ഭൂചലനം. സിവാൻ ജില്ലയിൽ രാവിലെ 8:02-നാണ് ഭൂകമ്പം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം പരിസര ജില്ലകളിലും അനുഭവപ്പെട്ടു. ഭൂകമ്പത്തിൽ നാശനഷ്ടമോ ജീവഹാനിയോ ഉണ്ടായതായി റിപ്പോർട്ടില്ല. കേന്ദ്ര ബജറ്റ് ആശയവിനിമയ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ ജൽശക്തി വകുപ്പ് സഹമന്ത്രി V. സോമണ്ണ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനങ്ങൾ ചർച്ചയാകും.
ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും പുനരധിവസിപ്പിക്കാനുമുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. പ്രദേശത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഏക മാർഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വിഷയം സംബന്ധിച്ച് ജെറുസലേമിൽ വെച്ച് നെതന്യാഹു ചർച്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ക്ഷേത്രങ്ങൾ, പള്ളികൾ എന്നിവിടങ്ങളിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് വൈദ്യുതി ഉപയോഗത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. താൽക്കാലിക ജനറേറ്റർ ഉപയോഗിക്കുന്നതിന് മുമ്പ് ലൈസൻസ് ഉള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ മുഖേന അനുമതി വാങ്ങണം. KSEBയുടെ മുൻകൂർ അനുമതിയോടെ മാത്രമേ വൈദ്യുത പോസ്റ്റുകളിൽ വൈദ്യുത അലങ്കാരങ്ങളും വയറുകളും സ്ഥാപിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വഡോദരയിൽ രാത്രി 7:30 മത്സരം. ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ തോൽവികൾക്ക് ശേഷം ആശ്വാസ ജയം തേടി ഗോകുലം കേരള ഇന്നിറങ്ങും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 7 നടക്കുന്ന മത്സരത്തിൽ ഡൽഹി FCയെയാണ് ഗോകുലം നേരിടുക. പോയിന്റ് പട്ടികയിൽ ഗോകുലം 7ാം സ്ഥാനത്തും ഡൽഹി 11ാം സ്ഥാനത്തുമാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അഹമ്മദാബാദിൽ കേരളവും ഗുജറാത്തും തമ്മിലുള്ള മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കേരളം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 70 റൺസ് എന്ന നിലയിലാണ്. നാഗ്പൂരിൽ മുംബൈ വിദർഭ മത്സരവും പുരോഗമിക്കുകയാണ്. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 അടയ്ക്കും. ഇന്നലെ തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ കാർമ്മികത്വത്തിൽ സഹസ്ര കലശ പൂജ നടന്നു. വൈകിട്ട് 6 ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടില്ല. സംസ്ഥാന സർക്കാരിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി 3 വർഷത്തിനിടെ ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചത് 10,979 പുതിയ സംരംഭങ്ങൾ. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, സഹായങ്ങൾ ഊർജിതമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് സംരംഭക വർഷം പദ്ധതിക്ക് രൂപം നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 2022-23 മുതൽ ആരംഭിച്ച 10,979 പുതിയ സംരംഭങ്ങളിലൂടെ ഇടുക്കിയിൽ 707.3 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായതായാണ് വ്യവസായ വകുപ്പ് അധികൃതരുടെ കണക്ക്. ഇതിലൂടെ 22,589 പേർക്ക് തൊഴിൽ ലഭിച്ചു. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, സുഗന്ധവ്യഞ്ജനങ്ങളുടെ സംസ്കരണ, മൂല്യവർദ്ധന കേന്ദ്രങ്ങൾ, വാഹന അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് പുതുസംരംഭങ്ങളിലേറെയും. നവസംരംഭകർ, സ്ത്രീകൾ, ദുർബല വിഭാഗങ്ങൾ, NRI നിക്ഷേപകർ, വിമുക്ത ഭടന്മാർ എന്നിവരെ പ്രോത്സാഹിപ്പിച്ച് MSME മേഖലയെ ശക്തിപ്പെടുത്തുക എന്നതും സംരംഭക വർഷം പദ്ധതിയുടെ ലക്ഷ്യമാണ്. തലസ്ഥാനത്ത് ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. അടുത്ത മാസം 5 ഉത്സവം ആരംഭിക്കും. 13 ആറ്റുകാൽ പൊങ്കാല. 1ാം ഉത്സവ ദിനം കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തുന്ന ചടങ്ങ് നടക്കും. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര നടി നമിത പ്രമോദ് നിർവഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 75,628 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 22,840 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 63,520 രൂപയും ഗ്രാമിന് 50 രൂപ ഉയർന്ന് 7,940 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ സഹായധനം കൈമാറി. മലബാർ, ഗുരുവായൂർ ദേവസ്വം ബോർഡുകൾ ചേർന്നാണ് ധനസഹായം നൽകിയതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഉത്സവ എഴുന്നള്ളിപ്പുകൾ നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ദേശീയ വനിതാ മാധ്യമ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. സ്കൂളുകളിൽ അക്കാദമിക നിലവാരം ഉയർത്തുന്നത് ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലാണ് പദ്ധതി നടപ്പിലാക്കുക. ഹിമാചൽ പ്രദേശ് നിയമസഭാ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റി അംഗങ്ങൾ നിയമസഭാ സ്പീക്കർ AN ഷംസീറുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ നിയമസഭാ സമിതികളുടെ പ്രവർത്തനങ്ങൾ പ്രതിനിധികൾ ചർച്ച ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തുന്ന ഖത്തർ അമീർ രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഡൽഹിയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി. വയനാട് പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്ത് താപനില ഉയർന്നതോടെ മുണ്ടിനീര് ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം ഉയരുന്നതായി ആരോഗ്യവകുപ്പ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.